വ്യാഴാഴ്ച മുതൽ ലിഫ്റ്റ് സുരക്ഷാ വാരം. സർക്കാർ സ്ഥാപനങ്ങളിലെ ലിഫ്റ്റുകൾക്ക് അറ്റകുറ്റപ്പണി കരാർ നിർബന്ധമാക്കുന്നു. ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ സമയം പ്രവർത്തനം നിലച്ച റെക്കോർഡിലാണ്. ജനത്തെ ആശങ്കയിലാക്കിയ കുടുക്കിയ ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റിനും വാരാചരണത്തിൽ ശാപമോക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ലിഫ്റ്റ് സുരക്ഷാ വാരം നടപ്പിലാക്കുമ്പോൾ ആലത്തൂർ ആശ്വാസത്തിലാണ്. ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷനിലെ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ലിഫ്റ്റ് കൂടുതൽ കാലം പണിമുടക്കിയതിനും ഉന്നത ഉദ്യോഗസ്ഥരെയും മിനി സിവിൽ സ്റ്റേഷനിൽ വരുന്ന ജനങ്ങളെയും ലിഫ്റ്റിൽ കുടുക്കിയതിന്റെ സർവകാല റെക്കോർഡ് മറ്റൊരു ലിഫ്റ്റിനും തകർക്കാൻ കഴിയില്ല. സംസ്ഥാനത്തെ സർക്കാർ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ സ്ഥാപനങ്ങളിലും ലിഫ്റ്റുകൾ നിരന്തരം പണിമുടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിനും പരിചരിക്കുന്നതിനും കർശന നിർദ്ദേശവുമായി സർക്കാർ മുന്നോട്ട് വന്നത്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിലെയും ആശുപത്രികളിലെയും ലിഫ്റ്റുകളുടെ ലൈസൻസിനൊപ്പം വാർഷിക അറ്റകുറ്റപ്പണി കരാർ കൂടി നിർബന്ധമാക്കുന്നു. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച മുതൽ ഒരാഴ്ച സുരക്ഷാ വാരമായി ആചരിക്കും. സർക്കാർ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും ലിഫ്റ്റുകളുടെ ലൈസൻസ് വിവരങ്ങൾ അതാത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് വിഭാഗം ശേഖരിക്കാൻ ചീഫ് ഇലക്ട്രിക് ഇൻസ്പെക്ടർ നിർദ്ദേശിച്ചു. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ മനുഷ്യരെ കയറ്റുന്ന എല്ലാ ലിഫ്റ്റുകൾക്കും ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ ലൈസൻസ് നിർബന്ധമാണ്. ലൈസൻസ് ഉള്ളവരാണ് ലിഫ്റ്റ് സ്ഥാപിക്കേണ്ടതും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതും. 3 വർഷം കൂടുമ്പോൾ ലൈസൻസ് പുതുക്കണമെന്ന കർശന നിർദ്ദേശവുമുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.